ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പേഴ്സന്റെ മെസ്സേജ് അതാണ് നോക്കാൻ പോകുന്നത്. കുറച്ച് കാർഡ്സ് എടുക്കാം, പെട്ടെന്ന് നോക്കാം. സജിറ്റേറിയസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സജിറ്റേറിയസ് സോഡിയക് സൈനിൽ ജനിച്ചവരായിരിക്കാം. DMV, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ പേരിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. എയർ സൈൻ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എയർ സൈൻ ആയിരിക്കാം. അക്വേറിയസ്, ലിബ്ര, ജെമിനൈ, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന്. മാർച്ച്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാർച്ചിൽ ജനിച്ചതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഡോൺ ക്രൈ, നിങ്ങളോട് കരയരുത് എന്നാണ് അവർ പറയുന്നത്. അവരെന്തോ വലിയ തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിക്കണം എന്ന മോഹം എന്നിൽ വീണ്ടും ജനിപ്പിച്ചത് നീയാണ്. ഓക്കേ, നിങ്ങൾ അത്രയും എന്തൊക്കെയോ കുറെ ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഐ ഹേറ്റ് യു. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഹേറ്റ് യു പറയുന്നത് നോക്കാം. ജെമിനൈ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ നമ്മൾ എയർ സൈൻ. ഐ മെന്റ് വാട്ട് ഐ സേ. എന്താണ് നിങ്ങൾ തമ്മിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. ടോറസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോറസ് ആയിരിക്കാം, ജെമിനൈ ആയിരിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ പേരിൽ CLU എന്ന ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം. സ്കോർപിയോ, വാട്ടർ സൈൻ ആണ്. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. യു ആർ നോട്ട് മൈ ടൈപ്പ്. നിങ്ങൾ അവരെ ടൈപ്പേ അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നോട്ട് യു. നിന്നോട് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതെ, കറക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോൾട്ടായി, നിങ്ങളോ അവരോ തമ്മിൽ സോൾട്ടായി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഓൺലി സെക്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഒരു പക്ഷേ ഇതൊരു ശാരീരിക ബന്ധം മാത്രം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. സെപ്റ്റംബർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്റ്റംബർ എന്ന മാസത്തിന് എന്തോ ഒരു ബന്ധമുണ്ട്. ഐ കാൺട്ട് ഫോർഗെറ്റ് യു, അവർക്ക് നിങ്ങളെ മറക്കാനേ സാധിക്കുന്നില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെ, നിങ്ങളോട് അവർ താങ്ക് യു പറയാണ്, നന്ദി പറയാണ്, നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്കൊക്കെ. എന്തൊക്കെയോ വലിയ കാര്യമായിട്ടുള്ള ഒരു അടി നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ അവരെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു പക്ഷേ നാശമായി പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ നിങ്ങളെ ഒഴിവാക്കുന്നത്. അല്ലാതെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നാണ് ഇത്രയും ഇതെടുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. താങ്ക് യു ഡിയേഴ്സ്.